എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 8 ശ്ലോകം 19, 20, 21, 22, 23, 24 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അസമഞ്ജസൻ പോയതിനു ശേഷം സകര മഹാരാജാവ് അസമഞ്ജസന്റെ പുത്രനായിട്ടുള്ള അംശുമാനോട് ആ യാഗാശ്വത്തെ തെരഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് പറഞ്ഞയക്കുകയാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. അംശുമാൻ ചോദിതോ രാജ്ഞാ തുരങ്കാന്വേഷണേയയോ പിതൃവ്യാഖ്യാതാനുപഥം ഭസ്മാന്തി ദദൃശേ ഹയം. തുരങ്കാന്വേഷണേ, തുരങ്കത്തെ അന്വേഷിക്കുന്നതിൽ രാജ്ഞാ ചോദിത അംശുമാൻ, രാജാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട അംശുമാൻ പിതൃവ്യാഖ്യാതാനുപഥം, പിതൃവ്യന്മാരാൽ കുഴിക്കപ്പെട്ട മാർഗത്തെ അനുസരിച്ച് യയൗ യാനം ചെയ്തു. ഭസ്മാന്തി, ഭസ്മസമീപത്തിൽ ഹയം ദദൃശേ, ഹയത്തെ ദർശിച്ചു. അപ്പോ യാഗപശുവായ കുതിരയെ തെരഞ്ഞ് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സകര മഹാരാജാവ് അംശുമാനോട് കൽപ്പിക്കുകയാണ്. അപ്പോ അംശുമാൻ അവര് കുഴിച്ചിട്ടുണ്ടല്ലോ, 60,000 പേര് സകരപുത്രന്മാര്, അവര് കുഴിച്ചിട്ടാണ് പോയത്. അപ്പൊ ആ കുഴിച്ച മാർഗത്തിൽ കൂടെ നോക്കി ചെന്നപ്പോഴാണ് ആ പാതാളത്തിൽ അങ്ങോട്ട് എത്തി ഭസ്മമായിട്ട് കിടക്കണു. കപില മഹർഷിയെ കണ്ടു. ഇവര് അവിടെ ഭസ്മമായിട്ട് കിടക്കണു. കുതിരയും അവിടെ നിൽക്കണത് അവര് കണ്ടു. തത്രാസീനം മുനിം വീക്ഷ്യ കപിലാഖ്യമഥോക്ഷജം അസ്തൗ സമാഹിതമനാ പ്രാഞ്ജലി പ്രണതോ മഹാൻ. തത്ര ആസീനം, അവിടെ വസിക്കുന്ന കപിലാഖ്യം മുനിം അധോക്ഷജം, കപിലൻ എന്നു പേരായ മനനശീലനായ ഭഗവാനെ വീക്ഷ്യ, കണ്ടിട്ട്, മഹാനായ അംശുമാൻ പ്രണത, നമസ്കരിച്ചവനും, പ്രാഞ്ജലി, അഞ്ജലിബന്ധം ചെയ്തവനും, സമാഹിതമനാഹ, ഏകാഗ്രമായ മനസ്സോടുകൂടിയവനുമായി അസ്തൗ, സ്തുതിച്ചു. അംശുമാന് ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അത്രയും മഹാത്മ്യമുള്ള തപസ്യായിട്ടുള്ള മുനിയാണ് കപില മഹർഷി. അദ്ദേഹത്തിന്റെ മഹാത്മ്യം അറിഞ്ഞിട്ട് അവര് ഗംഭീരായിട്ട് സ്തുതിക്കുകയാണ്. ഭഗവാന്റെ അവതാരം തന്നെയാണ് കപിലമുനി എന്ന് അവർക്ക് അറിയാം. അത് മനസ്സിലാക്കിയിട്ടുള്ള മഹാനായിട്ടുള്ള അംശുമാൻ ഭക്തിപൂർവം അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്നിട്ട് ഉപ്പുകൈകളോട് കൂടിയിട്ട് തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ. അംശുമാൻ ഉവാച ന പശ്യതി ത്വാം പരമാത്മനോ ജനോ ന ബുദ്ധ്യതേ അദ്യാപി സമാധിയുക്തിഭിഃ കുതോ പരേ തസ്യ മനഃശരീരധി വിസർഗസൃഷ്ടാ വയം അപ്രകാശാഃ. അജന, ബ്രഹ്മാവ്, ആത്മനപരം, ആത്മാവിൽ നിന്ന് പരനായിരിക്കുന്ന ത്വാം, അങ്ങയെ, അദ്യാപി, ഇപ്പോഴും, സമാധിയുക്തിഭി, സമാധിയുക്തികൾ കൊണ്ട്, ന പശ്യതി, കാണുന്നില്ല, ന ബുദ്ധ്യതേ, ബോധിക്കപ്പെടുന്നില്ല, തസ്യ, അദ്ദേഹത്തിന്റെ, മനഃശരീരധീർ വിസർഗസൃഷ്ടാഃ, അപരേ, മനസ്സ്, ശരീരം, ബുദ്ധി, സത്വാദി ഗുണങ്ങൾ ഇവയാൽ സൃഷ്ടിക്കപ്പെട്ട മറ്റുള്ളവരും, അപ്രകാശാവയം, പ്രകാശഹീനമായ ഞങ്ങളും, കുത, പറയണം. അംശുമാൻ പറയണം, അങ്ങയുടെ പ്രഭാവത്തെ അറിയാത്ത ഞങ്ങളില് കാരുണ്യം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കണം. സാക്ഷാൽ ബ്രഹ്മദേവനു കൂടി പരമേശ്വരനായ നിന്തിരുവടിയെ ഈ സമാധി യോഗത്താൽ ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശാസ്ത്രോക്തങ്ങളായ തർക്കയുക്തികൾ കൊണ്ട് പരോക്ഷമായിട്ടെങ്കിലും ശരിയായിട്ട് അവർക്ക് ബ്രഹ്മദേവനു കൂടി അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയിരിക്കെ ആ ബ്രഹ്മദേവന്റെ മനസ്സ്, ശരീരം, ബുദ്ധി, ഗുണത്രയം ഇവയിൽ നിന്നൊക്കെ ജനിച്ചിരിക്കുന്ന മറ്റുള്ളവരോ അജ്ഞരായ ഞങ്ങളോ അങ്ങയുടെ മഹാത്മ്യം ഒട്ടും അറിയുന്നില്ല എന്ന് പ്രത്യേകിച്ച് പറയണം. അവർക്കും അങ്ങയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
യേ ദേഹഭാജസ്ത്രിഗുണപ്രധാന ഗുണാൻ വിപശ്യന്ത്യുതവാ തമശ്ച യന്മായയാ മോഹിതചേതസസ്തേ വിദു സ്വസംസ്ഥം ന ബഹിഃപ്രകാശാഃ. ത്രിഗുണപ്രധാനാഃ, മൂന്ന് ഗുണങ്ങൾക്കധീനരായ ദേഹഭാജ ദേഹാഭിമാനികൾ, യേ യാതൊരുത്തരോ തേ അവർ, യന്മായയാ യാതൊരുവന്റെ മായയാൽ, മോഹിത ചേതസ മോചിപ്പിക്കപ്പെട്ട ചേതസ്സോടുകൂടിയവരായിട്ട്, ഗുണാൻ ഗുണങ്ങളെയോ, ഉദവാ തമ അല്ലെങ്കിൽ തമസ്സിനെയോ, വിപശ്യന്തി വിശേഷേണ കാണുന്നു, ബഹിപ്രകാശ ബഹിപ്രകാശന്മാരായിട്ട്, സ്വസംസ്ഥം ത്വാം തങ്ങളിലിരിക്കുന്ന അങ്ങയെ ന വിദു അറിയുന്നില്ല. ദേവന്മാരായാലും മനുഷ്യരായാലും ശരീരാഭിമാനമുള്ളവരാണ് അല്ലെ. അവര് ജാഗ്രത്, സ്വപ്നം എന്ന അവസ്ഥകളില് ഇന്ദ്രിയഗോചരങ്ങളായി വരുന്ന ശബ്ദാദി വിഷയങ്ങളെയോ സുഷുപ്തിയിൽ അനുഭവപ്പെടുന്ന തമസ്സിനെയോ, അതായത് അജ്ഞാനത്തെയോ അറിയുന്നുണ്ട്. പക്ഷേ തങ്ങളിൽ തന്നെ ജ്ഞാനാനന്ദ സ്വരൂപനായി വിളങ്ങുന്ന എന്തിരുവടിയെ അറിയുന്നില്ല. അതിന് കാരണം അവര് ത്രിഗുണങ്ങൾക്ക് അധീനന്മാരായിരിക്കണം. അതുകൊണ്ട് ത്രിഗുണാത്മകമായ മായ നിമിത്തം അവരുടെ മനസ്സ് മോഹത്തിൽ മുങ്ങിക്കിടക്കുന്നു. അവരുടെ ജ്ഞാനം വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് അവർക്ക് അറിയുള്ളൂ. അവരുടെ ജ്ഞാനം അത്രയ്ക്കുള്ള അജ്ഞരാണ് അവര്, മോഹത്തിൽ മുങ്ങിക്കിടക്കുക. അതുകൊണ്ട് ബഹിർമുഖന്മാരായിരിക്കുന്നു അവര്, അന്തർമുഖന്മാരല്ല. അതുകൊണ്ട് അന്തരാത്മാവായ അവിടുത്തെ അവര് അറിയുന്നില്ല. തം ത്വാമഹം ജ്ഞാനഘനം സ്വഭാവപ്രധ്വസ്തമായ ഗുണഭേദമോഹൈ സനന്ദനാദ്യൈർമുനിഭിർവിഭാവ്യം കഥം വിമൂഢ പരിഭാവയാമി. സ്വഭാവപ്രധ്വസ്തമായ ഗുണഭേദമോഹൈ, സ്വഭാവത്താൽ നശിപ്പിക്കപ്പെട്ട മായാഗുണ നിമിത്തമുള്ള ഭേദത്തോടും മോഹത്തോടും കൂടിയ സനന്ദനാദ്യൈ മുനിഭി, സനന്ദനൻ മുതലായ മുനിമാരാൽ വിഭാവ്യം ചിന്തിക്കാൻ യോഗ്യനും ജ്ഞാനഘനം ജ്ഞാനസ്വരൂപനുമായ തം ത്വാ ആ അങ്ങയെ, വിമൂഢ അഹം അതിമൂഢനായ ഞാൻ, കഥം പരിഭാവയാമി എങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. പരമാത്മ സാക്ഷാത്കാര രൂപമായ സ്വാനുഭവത്താൽ മായാകാര്യങ്ങളായ ഭേദബുദ്ധിയും ശരീരാഭിമാനവും നശിച്ചിരിക്കുന്ന സനന്ദനാദി മുനിമാരാൽ കൂടി കേവലം ചിന്തിക്കാൻ മാത്രം യോഗ്യനായിരിക്കുന്ന ആ നിന്തിരുവടിയെ അത്യന്ത മൂഢനായ ഞാൻ എങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചറിയും. സനന്ദനാദി മുനിമാർക്കു കൂടി വേണ്ട വിധത്തിൽ അങ്ങയെ മനസ്സിലായിട്ടില്ല, പിന്നെ വെറും മൂഢനായിട്ടുള്ള ഞാൻ എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറയാൻ ആവശ്യമാണ്. അങ്ങയുടെ സ്വരൂപത്തെ സ്മരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. പ്രശാന്തമായ ഗുണ കർമ്മലിംഗമനാമരൂപം സദസദ് വിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമാമഹേ ത്വാം പുരുഷം പുരാണം. പ്രശാന്തമായാഗുണകർമ്മലിംഗം, പ്രകർഷേണ ശമിച്ചിരിക്കുന്ന മായാഗുണത്തോടും തന്നിമിത്തമുണ്ടാകുന്ന കർമ്മങ്ങളോടും രൂപങ്ങളോടും കൂടിയവനും, നാമരൂപം നാമരൂപങ്ങളില്ലാത്തവനും, സദസത് വിമുക്തം സ്ഥൂല സൂക്ഷ്മങ്ങളാൽ വിമോചിക്കപ്പെട്ടവനും, ജ്ഞാനോപദേശായ ജ്ഞാനം ഉപദേശിക്കാനായിക്കൊണ്ട് ഗൃഹീത ദേഹം സ്വീകരിച്ച ശരീരത്തോടു കൂടിയവനും, പുരാണം പുരുഷം ത്വാം പുരാണ പുരുഷനായ അങ്ങയെ നമാമഹേ ഞങ്ങൾ നമസ്കരിക്കുന്നു. സത്വാദികളായ ആ മായാഗുണങ്ങള് അങ്ങയെ ബാധിക്കാത്തത് കൊണ്ട് കർമ്മങ്ങളും തന്നിമിത്തമുണ്ടാകുന്ന ശരീരങ്ങളും അങ്ങേക്കില്ല. ഭക്തന്മാർക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ വേണ്ടി സ്വേച്ഛയാ ലീലാവിഗ്രഹം ധരിച്ചിരിക്കുന്നതാവുന്നു. അങ്ങനെ അതിനുവേണ്ടി മാത്രം അങ്ങ് ഒരു രൂപം സ്വീകരിച്ചിരിക്കുന്നതാണെന്ന് അടിയനറിയാം. ഭഗവാനെ, അവിടുത്തെ സ്വരൂപം ജ്ഞാനം മാത്രമാകുന്നു. സത്യജ്ഞാനാനന്ദ സ്വരൂപനും പുരാണ പുരുഷനുമായ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. സ്തുതി തുടരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.